അതെ, അങ്ങനെ ആരെയും കിട്ടാതിരിക്കുമ്പോൾ വന്ന സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ സ്വരാജ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ വിജയം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. ഇനി ഇനി നമുക്ക് അതിൻ്റെ കണക്കുകളിലേക്ക് കടന്നാൽ യു ഡി എഫിൻ്റെ വിജയമുണ്ടാകുമെന്ന് താങ്കൾ പറഞ്ഞു. യു ഡി എഫിൻ്റെ വിജയമുണ്ടാകുമെന്ന് എൻ്റെ കയ്യിലുള്ളൊരു കണക്ക് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ 60,000-ൽ താഴെ വോട്ടുകൾ എൽ ഡി എഫിനും 66,000-ന് മുകളിൽ വോട്ടുകൾ യു ഡി എഫിനുമുള്ള ഒരു മണ്ഡലമായിരുന്നു അത് എന്ന് പറയേണ്ടി വരും അൻവറിൻ്റെ വരവിന് മുമ്പ്. അപ്പോൾ അത് ഒരു 6,000-7,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എപ്പോഴും യു ഡി എഫിന് മുൻതൂക്കമുള്ള മണ്ഡലമായിരുന്നു. അത് പുതിയ വോട്ടർമാർ വേറെയുണ്ട്, ഭരണവിരുദ്ധ വികാരം വേറെയുണ്ട്, അതൊക്കെ ഇപ്പോൾ വരാൻ പോകുന്നതാണ്. ആര്യാടൻ മുഹമ്മദ് 2011 മത്സരിക്കുമ്പോൾ 66,000 ചില്ലാന വോട്ടാണ് ലഭിച്ചത്. അദ്ദേഹം അന്ന് 6,000 ചില്ലാന വോട്ടിനാണ് ജയിച്ചത്. അവിടെ 6,000 വോട്ടിന് ജയിച്ചു. 66,000 വോട്ട് പിടിച്ചു, 6,000 വോട്ടിന് അദ്ദേഹം ജയിച്ചു. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുമ്പോഴും 66,000 ചില്ലാന വോട്ടായിരുന്നു. കോൺഗ്രസിന് യു ഡി എഫിന് അൻവർ വന്നതുകൊണ്ട് ഒരു വോട്ടും നഷ്ടപ്പെട്ടിട്ടില്ല മുൻപ് കിട്ടിയത്. പക്ഷേ അൻവർ പല മേഖലകളിൽ നിന്നും ആളുകളെ പിടിച്ചു. 2016 ഒന്ന് ആര്യാടൻ ഷൗക്കത്തിന് അന്നത്ര പറയാൻ തക്കാത്ത ഒരു വോട്ട് ലഭിച്ചില്ല. പിന്നെ അൻവർ കുറേ വോട്ടുകൾ സമാഹരിച്ചു. പക്ഷേ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശം വന്നപ്പോൾ 78,000 വോട്ടിലേക്ക് കൂടി കോൺഗ്രസ് കൂടി, യു ഡി എഫ് കൂടി. 81,000 വോട്ടുകൾ മാത്രം അൻവറിന് ലഭിച്ചു. 2,700 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അപ്പോഴും കോൺഗ്രസും യു ഡി എഫും വോട്ടുകൾ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പറയുന്ന വോട്ടിൽ നിന്ന് ഒരൊറ്റ വോട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തു പോകാനിടയില്ല. യു ഡി എഫിൻ്റെ വോട്ട് ഇൻടാക്റ്റ് ആയിട്ട് അവിടെ ഉണ്ട്. പിന്നെ പോകുന്ന കയ്യിലുണ്ടായിരുന്ന വോട്ടാ പോകുന്നത്. പിന്നെ അൻവർ വന്നതുകൊണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന 20,000-ഓളം വോട്ടുകൾ, അത് 2 തെരഞ്ഞെടുപ്പുകളിലുമായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന 20,000-ഓളം വോട്ടുകൾ അത് അൻവർ കൊണ്ടുപോകും. അത് വോട്ട് 2,000-3,000 ഇപ്പുറത്തുനിന്ന് പിടിച്ചാലും പ്രശ്നമില്ലെന്നേ. അതെ, കോൺഗ്രസിൻ്റെ ഇപ്പോൾ കോൺഗ്രസിന് അൻവറിനേക്കാൾ ഭീഷണി ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ചുകൂടെ കോൺഗ്രസിൻ്റെ കൺസോളിഡേറ്റ് 5,000 കാണുള്ളൂ, 5,000 പോലും കാണിയില്ല. അതെ, ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അൻവറിനേക്കാൾ കോൺഗ്രസ് വോട്ടുകൾ പിടിക്കാൻ പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേന്ദ്രത്തിൽ നിന്ന് ചില പ്രഖ്യാപനങ്ങൾ വന്നാൽ അതിൽ മാറ്റമുണ്ടാകാം. അതായത് വലിയ രീതിയിൽ വെടിയിറച്ചി കൊടുക്കാൻ സമ്മതിച്ചാൽ വലിയ രീതിയിൽ വന്യമൃഗങ്ങളെ വെടിയിറച്ചി വെച്ച് തിന്നണം, ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇനി ഇരിക്കണം, റെസ്റ്റ് എടുക്കണം. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നിലമ്പൂരിന്റെ തൊട്ടടുത്തുള്ള വണ്ടൂർ മണ്ഡലത്തിലാണ് കാളികാവ്. ആ കാളികാവിലാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു കടുവ മനുഷ്യനെത്തുന്നത്. അതിന്റെ തൊട്ടടുത്തുള്ള വനം, കടുവക്കൊന്നും അറിയില്ലല്ലോ ഇപ്പൊ നിലമ്പൂരാണോ ഇത് വണ്ടൂരാണോ എന്ന്. കടുവ നിലമ്പൂരിലേക്ക് എത്തും. ആനയും നിരവധിയുണ്ട് നിലമ്പൂർ ടൗണിൽ തന്നെ. അതെ, നിലമ്പൂർ ടൗണിൽ ആന വന്ന, അതെ, നിലമ്പൂരിൽ ടൗണിൽ തന്നെ ആന വന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും വന്യജീവി ഭീഷണിയൊക്കെ നേരിടുന്ന ഇങ്ങനെ ഒരു സ്ഥലത്ത് BJP എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തിയാൽ കുറച്ച് വോട്ട് മലയോര കർഷകരിൽ നിന്നും ലഭിക്കാവുന്നതാണ്. അതല്ല, അതിനപ്പുറത്തൊരു വോട്ടൊന്നും BJP അവിടെ സമാഹരിക്കാൻ സാധ്യതയില്ല. 8,500 വോട്ടുകൾ മാത്രമേ കഴിഞ്ഞ തവണ. ആ വോട്ട് 8,500 കൂടെ ഒരു 2,500 അത്ര അല്ല. അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ കോൺഗ്രസിനെതിരായിട്ട് കിട്ടി. സഭയുടെ തർക്കങ്ങൾ കോൺഗ്രസിന് അങ്ങനത്തെ ക്രൈസ്തവ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. അതായത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ഇത്തവണത്തെ ഇലക്ഷനിൽ പിണറായി വിജയനെ നിങ്ങൾ ഏത് ത്രാസിൽ തൂക്കും? അതെ, ഇറച്ചി വെട്ടുകാരൻ്റെ കശാപ്പുശാലയിലെ ത്രാസിൽ തൂക്കണോ, അതോ സ്വർണ്ണത്തിൻ്റെ ത്രാസിൽ തൂക്കണോ, അതോ ധ്യാന അരി തൂക്കുന്ന ത്രാസി, ഏത് ത്രാസിൽ തൂക്കുന്നത്? എത്രയോ കൊലപാതകങ്ങൾ ഇപ്പം മാറി ആദിവാസികളിൽ ഉൾപ്പെടെ നടക്കുന്നു. ഈ മനുഷ്യന് യാതൊരു വികാരവും ഇല്ലേ? തല തല്ലി പൊട്ടിക്കുമ്പോൾ പറയാതെ രക്ഷാപ്രവർത്തനമാണ്. അപ്പൊ അതിന്റെ ശിക്ഷനാണ് ആര്? സ്വരാജ് ലിഫ്റ്റിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെ ഒരു സുഖകരമായ അനുഭവം എന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ അത് തെറ്റിപ്പോകും. അതെ, ആര്യാടൻ ഷൗക്കത്തിന് ഈ പറയത്തക്കത്തെ ഇപ്പോൾ പറഞ്ഞു പരത്തുന്നതാണ്. അൻവർ അദ്ദേഹം പാണക്കാട് തങ്ങളെ അപമാനിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള മതപരമായ ചടങ്ങുകൾക്കൊക്കെ എതിരാണ്, അല്ലെങ്കിൽ മതപരമായി അദ്ദേഹം എതിർക്കുന്നു, സിനിമ പാഠം 1 വിലാപം അതിലൊക്കെ മുസ്ലിങ്ങളെ അപമാനിച്ചു. ഇന്ന് ഇത്തരത്തിലുള്ള ഇതൊക്കെ ചർച്ച ചെയ്ത് അൻവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വരാജ് അത് പറയാൻ പരസ്യമായി നിൽക്കുന്നില്ലെങ്കിലും അൻവർ അത് പറഞ്ഞ് ഷൗക്കത്ത് തോൽക്കേണ്ടത് അൻവറിൻ്റെ ഒരു ആഗ്രഹമാണ്.
പക്ഷേ UDF തോറ്റാൽ അത് അൻവറിന് തിരിച്ചടിയാവും. അതാണ് അങ്ങനെ പ്രശ്നം. അൻവർ അങ്ങോട്ടും അങ്ങോട്ടും അല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അൻവർ. അപ്പോൾ ഷൗക്കത്തിന് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും നിലമ്പൂരിലുണ്ട് എന്ന് വെച്ചാൽ അൻവർ പോകുമ്പോൾ CPM-ൻ്റെ വോട്ട് കൊടുത്ത് അങ്ങോട്ട് പോകും. അപ്പോൾ ആ കുറയുന്ന വോട്ടുകൾ, അൻവർ പിടിക്കുന്ന വോട്ടുകൾ CPM-ൽ നിന്ന് കുറയും. നിങ്ങൾ ഈ 2700 വോട്ടിന് അൻവർ ജയിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ, നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന സ്ത്രീ മരിച്ചതിനെ ഭയങ്കര അതാണ് ആദ്യത്തെ അത്രയും വലിയ തോൽവിക്ക് കാരണം എനിക്ക് തോന്നുന്നു. ആദ്യത്തെ അപ്പോൾ ഈ അന്ന് മന്ത്രിയൊക്കെയാണ്. ഇനി മറിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യം CPM-ൻ്റെ ഓഫീസിലാണ് ഉണ്ടായി. അങ്ങനെ ഉപയോഗിക്കാൻ കോൺഗ്രസ്സുകാർക്ക് അറിയത്തില്ല. അവിടെയാണ് കോൺഗ്രസിനെ പറ്റുന്ന തകരാറ്. ഉണ്ടാകുന്ന സംഭവങ്ങളെ, ജനദ്രോഹപരമായ സംഭവങ്ങളെ ഇത് പറയാൻ പറ്റില്ല. ഇനി രണ്ടാമത്, ഈ കോൺഗ്രസും CPM-ഉം തമ്മിൽ നമുക്കിവിടെ വലിയ എതിർപ്പ് പറയുന്നുണ്ട്. കൽക്കട്ടയിൽ കാളിഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ തൃണമൂലിനെ നേരിടാൻ ആരൊക്കെ കൂടെ കോൺഗ്രസിനോട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം മമത മറുവശത്ത്. അപ്പൊ ആ മമതയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആരും ഇവിടെ വന്നിരിക്കുന്നത്? അൻവർ വന്നിരിക്കുന്നത്. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ കാലാകാലങ്ങളിൽ വരാൻ പോകുന്ന മാറ്റങ്ങളുടെ ചില സൂചനകളാണ്. അതെ, അൻവറിനെ ഇത്രയും വലിയ കോൺഗ്രസിനെതിരെയുള്ള ഒരു ആയുധമാക്കി, അല്ലെങ്കിൽ UDF-നെതിരെയുള്ള ഒരു ആയുധമാക്കി വെച്ചതും CPM തന്നെയാണ്. ഇപ്പോൾ CPM-ന് തിരിച്ചടിയായിരിക്കുന്നതും അൻവർ തന്നെയാണ്. അൻവർ പറഞ്ഞതുപോലെ മറ്റൊരാളും പറഞ്ഞിട്ടില്ല പിണറായി വിജയനെതിരെ ഇത്രയും വർഷത്തിനുള്ളിൽ. അതല്ലേ സതീശനും രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ നിയമസഭയിലൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കാൻ പറ്റിയ ആയുധം കൊടുത്തത് അൻവറായിരുന്നു. അൻവർ ഒരു ഭാഗത്തേക്ക് പോയി. പക്ഷേ എന്ത് പോയാലും അൻവർ പറയുന്നത് പോലെ UDF-ന് ഒരു തിരിച്ചടിയും ഉണ്ടാകില്ല. അൻവർ മനസ്സിലാക്കേണ്ടത് ഇന്നലെ വരെ എതിർചേരിയിൽ നിന്ന രണ്ട് കക്ഷികളാണ്. അവർ തമ്മിൽ യോജിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അപ്പം വലിയ കക്ഷി മറ്റേ കക്ഷിയിലേക്കാണ് ലയിക്കാൻ. ഇപ്പോൾ കോൺഗ്രസ് അൻവറിൻ്റെ പാർട്ടിയിലാണ് ലയിക്കാൻ വന്നെങ്കിൽ അൻവറിനത് പറയാം. ഇപ്പം കോൺഗ്രസ് അൻവറിൻ്റെ തൃണമൂലിൽ. പക്ഷെ അൻവർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 10,000 വോട്ടിന് ജയിക്കുന്നത് 25,000 വോട്ടിലേക്കൊക്കെ UDF എത്തുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ അൻവർ പോയത് കൊണ്ട് UDF-നൊരു. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് അൻവർ മത്സര രംഗത്ത് ഉറച്ചുണ്ടാവുമോ? അതിപ്പോൾ പല സ്റ്റേ ഉണ്ട്. ലാസ്റ്റ് ഇലക്ഷൻ 2-3 ദിവസം മുമ്പ് മാറിയിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കണമെന്ന് പ്രഖ്യാപനം ചെയ്താൽ മതി. അതെ അതെ. അപ്പോഴും നാളെ UDF-കാരായിട്ട് ബാർഗൻ ചെയ്യാൻ ഒരു ചെറിയ പാലയിടാം. അതെ അതെ അതെ. അപ്പൊ അൻവറിന് അതിനൊന്നും പിൻവലിക്കുന്ന ഡേറ്റ് കഴിഞ്ഞാലും അതൊക്കെ ഒന്നും ചെയ്യാൻ മടിയില്ലാത്ത ആളാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. അല്ല, അൻവർ രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ആയാലും രാഷ്ട്രീയമായാലും വിജയിച്ച് വരണമെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അദ്ദേഹം എന്തും പറയും, എന്തും ചെയ്യും. അങ്ങനെയുള്ളൊരു നേതാവാണ് അദ്ദേഹം. ഒരു നല്ല രീതിയിൽ അഹിംസയും അല്ലെങ്കിൽ നല്ല വാക്കുകളും മാത്രം പറഞ്ഞുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ മിനിങ്ങാം എന്ന് വിചാരിക്കുന്ന ഒരാളൊന്നുമല്ല. അദ്ദേഹം എല്ലാ കളിയും കളിക്കുന്ന ഒരു വ്യക്തിയാണ് അൻവർ. അപ്പം ഏതായാലും അൻവർ ഇപ്പോൾ പരസ്യമായി UDF-നെതിരെ രംഗത്തുണ്ടെങ്കിലും ആ UDF-നെതിരെ രംഗത്ത് എത്രത്തോളം അൻവർ വരുന്നു, അത് പിണറായി വിജയനെതിരെയും കൂടിയുള്ള അൻവർ ആയതുകൊണ്ട് അൻവറിൻ്റെ വോട്ടുകൾ, അല്ലെങ്കിൽ അൻവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം പിണറായിസത്തിനെതിരെ തന്നെയാണ്. അപ്പോൾ അൻവറും LDF-ഉം തമ്മിൽ അവരുടെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ. ആ കൂട്ടത്തിൽ സതീശനെ കൂടെ പെടുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, പിണറായിസത്തിൻ്റെ കൂടെ സതീശനെ കൂടെ പെടുത്തിയിരിക്കുന്ന ഉദ്ദേശം, കോൺഗ്രസ് വോട്ടുകൾ, അൻവറിന് കിട്ടാൻ സാധ്യതയുള്ള കോൺഗ്രസ് വോട്ടുകൾ കിട്ടണം, ലീഗിൻ്റെ വോട്ടുകൾ കിട്ടണം. ഈ ഒരു കണക്കൂട്ടിലാണ് സതീശനെ കൂടെ പിണറായി വിജയൻ്റെ ബ്രാക്കറ്റിൽ പെടുത്തിയിരിക്കുന്നത്. അതാണ് അൻവർ ബുദ്ധിയില്ലാത്തവനല്ല. അൻവറിൻ്റെ പൊളിറ്റിക്കൽ കാൽക്കുലേഷൻ കറക്റ്റാണ്. കോൺഗ്രസിൻ്റെ അല്ലെ കുറേ വോട്ട് കോൺഗ്രസിലേക്ക് പോകും. അൻവർ പറഞ്ഞാൽ പോലും കോൺഗ്രസിന് ചെയ്യും. പിണറായിയോടുള്ള വിരോധത്തിൽ കോൺഗ്രസിന് ചെയ്യും. ഇപ്പോൾ പിണറായി സതീശന് ഒന്നാന്ന് പറഞ്ഞാൽ ആലോചിച്ചു. പിണറായി സതീശന് ഒന്നാന്ന് പറയുന്നത് വഴി അൻവർ അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത് ആ വോട്ട് കിട്ടണം, അൻവറിന് തന്നെ കിട്ടണം, കോൺഗ്രസിലേക്ക് പോകരുത്. ഏതായാലും UDF-ൽ ഇപ്പോൾ അങ്ങനെയുള്ളൊരു തീരുമാനം വരാൻ കാരണം, ഇപ്പോൾ മുസ്ലിം ലീഗ് അൻവർ അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന് എല്ലാവരും, UDF കൺവീനറും പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും എല്ലാവരും അൻവർ അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അൻവർ പിന്നീടും UDF-നെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയം മാത്രമാണ്. പക്ഷേ ഏതായാലും UDF-ൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത്, UDF-ന് നിലമ്പൂരിലുള്ള വോട്ടുകൾ പരമാവധി സമാഹരിക്കുക, അതിനൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരത്തിലുള്ള വോട്ടുകൾ സമാഹരിക്കുക, അതിനൊപ്പം തന്നെ മലയോര കർഷകരുടെയും വന്യജീവി പ്രശ്നം നേരിടുന്നവരുടെയും, അതുപോലെ ഇപ്പോൾ കവളപ്പാറ പോലെയുള്ള വലിയ ദുരന്തങ്ങൾ നടന്ന സ്ഥലത്ത് അവരൊക്കെ വലിയ ദുഃഖിതരായത് ഗവൺമെൻറ്റിൻ്റെ ചില പ്രഖ്യാപനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്.
അങ്ങനെയുള്ള വോട്ടുകളൊക്കെ പരമാവധി സമാഹരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ UDFിൻ്റെ ഒറ്റ പ്രവർത്തനം. മുസ്ലിം ലീഗും കോൺഗ്രസും വളരെ ശക്തമായി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. ഇതിൽ ജയിച്ചാൽ മാത്രമേ UDFിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മറ്റൊരു പ്രവർത്തനത്തിനും ഒരു സങ്കുചിത ചിന്തയ്ക്കും UDFിലെ ഒരു കക്ഷിയും നിൽക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UDFിൽ നിന്ന് അങ്ങനെ ഒരു കാലുമാറ്റം ഉണ്ടാവില്ല. അതിൻ്റെ ബെനിഫിറ്റ് ഒരിക്കലും അൻവറിനും കിട്ടിയില്ല, അടുത്ത വർഷം ഏതായാലും കിട്ടാൻ പോകുന്നില്ല. UDFിൻ്റെ വോട്ട് മാറ്റി ചെയ്യേണ്ട ആവശ്യം സതീശനും അൻവറുമായിട്ടൊരു പ്രശ്നം ഉണ്ടായതിൻ്റെ പേരിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാതിരിക്കണം. സതീശൻ മാത്രമല്ലല്ലോ കോൺഗ്രസ്, അല്ല സണ്ണി ജോസഫ് ഇല്ലേ ഇവിടെ. അപ്പോൾ സതീശനോടുള്ള വിരോധം കൊണ്ട് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ മാറ്റി മറ്റേ അൻവറിനെ ചെയ്യുമെന്ന് അൻവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. ഏതായാലും നിലമ്പൂർ UDFിൻ്റെ ഉറച്ച സീറ്റ് തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. 2025 ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ UDFിൻ്റെ നല്ല കാലം, വസന്തകാലം വീണ്ടും തിരിച്ചു വരും. ഒരു ആര്യാടൻ മുഹമ്മദിനെയൊക്കെ സംഭാവന ചെയ്ത നിലമ്പൂരിൽ വീണ്ടും UDFിൻ്റെ വലിയ പ്രതീക്ഷയുടെ ദിനങ്ങൾ തന്നെയായിരിക്കും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്.